നമസ്കാരം. നാട്ടിൻപുറത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. നാടും നഗരവും ചൂടിൽ വെന്തുരുക്കുമ്പോൾ റോഡിലെ വെള്ളക്കെട്ടിൽ ആശ്വാസം കണ്ടെത്തുന്ന പ്രാവുകളുടെ ദൃശ്യങ്ങളോടെയാണ് ഇത്തവണ നാട്ടിൻപുറം തുടങ്ങുന്നത്. ആലപ്പുഴ EMS സ്റ്റേഡിയം പരിസരത്തുനിന്ന് ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. കാണാനും ആസ്വദിക്കാനും ഏറെയുണ്ട് കേരളത്തിൽ. സഞ്ചാരികൾക്ക് അതുകൊണ്ട് തന്നെ കേരളം കാഴ്ചകളുടെ പറുദീസയാണ്. അങ്ങനെ നിറയെ കാഴ്ചകളുള്ള മലപ്പുറത്തെ ചില കാഴ്ചകളിലേക്കാണ് ഇനി. ആലപ്പുഴയിലേതിന് സമാനമായ കാഴ്ചകളുള്ള പുഴയോരത്തിന്റെ വിശേഷങ്ങൾ. നിളയുടെ ഓളപ്പരപ്പിലൂടെ ഇളം കാറ്റേറ്റ് ബോട്ടിൽ പോകാം. സൂര്യാസ്തമയം കണ്ട് കറങ്ങി നടക്കാം. നല്ല പൊന്നാനി പലഹാരങ്ങൾ കഴിക്കാം. പൊന്നാനി കർമ്മ റോഡിലാണ് അത്തരമൊരു ഇടമൊരുങ്ങിയത്. ഭാരതപ്പുഴയുടെ തീരത്ത് 5.5 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പാത. സദാസമയവും ഇളങ്കാറ്റ് തഴുകിത്തലോടുന്ന ഇവിടെ ഒരു വെയിലിലും ചൂടറിയില്ല. തണുത്ത കാറ്റും സ്വർണവർണ്ണമുള്ള പോക്കുവെയിലിന്റെ തലോടലും ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് സവാരിയും തനത് രുചികളും. കേട്ടറിഞ്ഞെത്തുന്നവരുടെ ഒഴുക്കാണ് വൈകുന്നേരങ്ങളിൽ കർമ്മ റോഡിലേക്ക്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന അഴിമുഖത്ത് നിന്ന് വീശുന്ന കാറ്റ് ആരുടെയും ക്ഷീണമകറ്റും. ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് സവാരിയാണ് മറ്റൊരു മുഖ്യ ആകർഷണം. 18ഓളം ബോട്ടുകൾ ഇവിടെയുണ്ട്. ആള് കയറുന്നത് പോലെ ബോട്ടുകൾ ജലനിരപ്പിലേക്ക് നീങ്ങും. 3/4 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ചെലവ് ഒരാൾക്ക് 100 രൂപ മാത്രം. വേറെയും പാക്കേജുകളുണ്ട്. ജനറൽ പാക്കേജിനാണ് നമ്മൾ സാധാരണ ഇപ്പോൾ 100 രൂപയുടെ. അതുകൂടാതെ ഫാമിലി പാക്കേജ്, സ്കൂൾ മീറ്റപ്പ്, കുടുംബസംഗമം, അതുപോലെ പിന്നെ കുടുംബശ്രീയുടെ പരിപാടികൾ, ആനിവേഴ്സറി, ബർത്ത്ഡേ, അത് അവർ എത്ര മണിക്കൂറാണോ അതിനെ കണക്കൊക്കെയാണ്. ബോട്ട് യാത്രയുടെ അനുഭവം വാക്കുകളിൽ വിവരിക്കുക പ്രയാസമാണ്. അത് അനുഭവിക്കുക തന്നെ വേണം. വിനോദസഞ്ചാരികൾ പറയുന്നു. ഇനി ബോട്ട് യാത്രയും ജലനിരപ്പിലെ കാഴ്ചകളും ആസ്വദിക്കാൻ ആലപ്പുഴ വരെ പോകേണ്ട. പകരം കർമ്മ റോഡിലേക്ക് വന്നാൽ മതി. സാധാരണ ആലപ്പുഴയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. ഇപ്പോൾ ഇതിങ്ങനെ കർമ്മ റോഡിൽ ഈ ഒരു ഹൗസ് ബോട്ട് സൗകര്യം കിട്ടിയത് ഞങ്ങൾക്ക് ഭയങ്കര നല്ല സ്പെഷ്യൽ ഇവൻറ്റ്സിലൊക്കെ, പെരുന്നാൾ, ഞങ്ങളുടെ സെലിബ്രേഷനിലൊക്കെ ഞങ്ങൾ ഈവനിങ് പിള്ളേരായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വെറുതെ ഔട്ടിങ്ങിന് കുറച്ച് നേരം കാറ്റുള്ളതിനൊക്കെ ഇവിടെ കർമ്മയിൽ വന്നിരിക്കാറുണ്ട്. നമ്മുടെ സ്വന്തം പൊന്നാനി, നമ്മുടെ പൊന്നാനിയിൽ നമ്മൾക്ക് എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വന്നിരിക്കാം. അതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നത്. ആലപ്പുഴയിലേക്കാണ് സാധാരണ എല്ലാവരും പണ്ടൊക്കെ നന്നായിട്ട് പോയിരുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്, അത്രയും ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ വളരെ നല്ല, ഇനിയും ഇത് നല്ലൊരു സർവീസാക്കി നമ്മൾ നന്നായി കെയർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിവിടെ നല്ലൊരു പുരോഗതിയും നമ്മളെ പൊന്നാനിക്ക് തന്നെ വളരെ നല്ലൊരു നേട്ടവുമായിട്ട് തീരുന്നുള്ളത് വളരെ ശുഭാപ്തി വിശ്വാസമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചയാണ് വളരെ ഇഷ്ടപ്പെട്ടത്. കാറ്റ്, പിന്നെ സൺസെറ്റ് ഒക്കെ നല്ല രസമല്ലേ. പൊന്നാനി നഗരസഭ വിനോദസഞ്ചാര മേഖലയിൽ വയ്ക്കുന്ന പ്രതീക്ഷ ഏറെയാണ്. ശൈശവദശയിലാണ് തീരദേശപാതയിലെ ടൂറിസം. ടോയ്ലറ്റ് സമുച്ചയങ്ങളും ചിൽഡ്രൻസ് പാർക്കും ഒട്ടനവധി സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട്. നഗരസഭയ്ക്ക് പദ്ധതികളുണ്ടെന്ന് ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്ത്.
കുട്ടികൾക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ ബാലസൗഹൃദ നഗരസഭയായിട്ട് മാറ്റുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള കളിക്കാനും ഇരിക്കാനും വിനോദത്തിനുമുള്ള അതുപോലെ പഠിക്കാനുമുള്ള സംവിധാനം ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ടേക്ക് എ ബ്രേക്ക് മോഡലിലുള്ള കംഫർട്ട് സ്റ്റേഷനും റെസ്റ്റ് റൂമും നമ്മൾ അതിൻ്റെ വർക്ക് ടെൻഡർ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ. അല്പം ദീർഘവീക്ഷണത്തോടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ വിദേശ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലകൾക്കൊപ്പമോ അതിലേറെയോ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ മേഖലയ്ക്ക് കഴിയും. അതിന് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം. പൊന്നാനിക്കാർ ലോകത്തെ ക്ഷണിക്കുകയാണ്. വരൂ, ഈ സായാഹ്ന സൗന്ദര്യം ആസ്വദിച്ച് കാഴ്ചകളും രുചികളും ഹൃദയത്തിലേറ്റുവാങ്ങി മടങ്ങൂ. പോയി വരൂ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തേയിലച്ചെരുവുകൾ അതിര് പങ്കിടുന്ന ആനയിറങ്കലിന്റെ വശ്യ സൗന്ദര്യം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. ആ കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. കത്തുന്ന വേനൽ ചൂടിലും നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന ജലസംഭരണിയാണ് ആനയിറങ്കൽ. മണ്ണ് കുഴച്ച് അതിൽ കല്ല് നിരത്തിയാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഇത്. തേയിലച്ചെരുവുകൾ അതിരു പങ്കിടുന്ന ആനയിറങ്കലിന്റെ വശ്യ സൗന്ദര്യം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. കത്തുന്ന വേനൽ ചൂടിലും നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന ജലസംഭരണി. പന്നിയാർപുഴയുടെ ഉത്സവ മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന്റെ ഒരു ഭാഗത്ത് മതികെട്ടാൻ ചോല വനമേഖലയാണ്. കാടും തേയിലച്ചെരുവുകളും ആസ്വദിച്ചുള്ള ആനയിറങ്കൽ കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആസ്വാദികരമാണ്. ഇവിടുത്തെ നമുക്കൊരു സ്പീഡ് ബോട്ടിംഗ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിങ്ങിൽ നമുക്ക് യൂഷ്വലി നമ്മൾ പോകുന്ന ബോട്ടിംഗ് പോലെ അല്ല തോന്നിയത്. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെങ്ങനെ ഇപ്പോൾ ഒരു കാശ് വാങ്ങിച്ച് വെറുതെ നമുക്കൊരു സൈറ്റ് സീയിങ് പോലെ കൊണ്ട് കാണിക്കുന്ന പോലെയല്ല. നമുക്കത് ശരിക്ക് അവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ വളരെ സേഫായി എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച് അതും ആ ഒരു ബോട്ടിന്റെ ത്രില്ലും അതിന്റെ ഒരു എൻജോയ്മെന്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. 1967 റിപ്പബ്ലിക് ദിനത്തിലാണ് ആനയിറങ്കൽ ഡാം കമ്മീഷൻ ചെയ്തത്. സംസ്ഥാനത്തെ മറ്റു ഡാമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ജലാശയം. പശമണ്ണ് കുഴിച്ച് നിർമ്മിച്ച തടയണയിൽ കരിങ്കൽ പാളികൾ പതിപ്പിച്ചാണ് ഡാം ഒരുക്കിയിരിക്കുന്നത്. മറ്റ് അണക്കെട്ടുകൾ ജലസമൃദ്ധമാകുന്ന കാലവർഷത്തിൽ അധികം വെള്ളം ഇവിടെ ഉണ്ടാകാറില്ല. കാലവർഷ പെരുമഴയിൽ ഇടുക്കിയിൽ 2 അടി വരെ വെള്ളമുയരുമ്പോൾ ആനയിറങ്കലിൽ പരമാവധി 20 സെന്റിമീറ്ററാണ് ജലനിരപ്പ് ഉയരുക. തുലാമഴയിലാണ് അണക്കെട്ട് ജലസമൃദ്ധമാകുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കുന്നത്. നിലവിൽ നിറഞ്ഞുകിടക്കുന്ന ഡാം തുറന്ന് വെള്ളം പന്നിയാറിലൂടെ പൊന്മുടിയിലേക്ക് ഒഴുകുകയാണ്. നമ്മൾ തുറന്നു വിട്ട് വെള്ളം കംപ്ലീറ്റ് പറ്റുന്നോളം എന്ന് പറഞ്ഞാൽ ജൂൺ മാസം വരെ നമ്മുടെ ഡാമിൽ വെള്ളം തുറന്നു വിടും. പിന്നെ ഡാമിൽ ഒഴുകിപ്പോകാനുള്ള വെള്ളം ഉണ്ടാവുകയില്ല. അതിനുശേഷം നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് ജൂണിൽ തൊട്ട് പെയ്യുന്ന മഴവെള്ളം നമ്മൾ സംഭരിച്ച്, എന്നാലും വെള്ളം ആകണമെങ്കിൽ നമ്മൾ തിലാമഴ പെയ്യണം. ഒക്ടോബർ നവംബർ മാസത്തെ മഴയോടുകൂടി വീണ്ടും ആനയിറങ്കൽ ഡാം നിറഞ്ഞൊഴുകും. അങ്ങനെ ഓവർഫ്ലോ ആയി ഒഴുകുന്ന ജലവും നമുക്കൊരു ആനയിറങ്കൽ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നഷ്ടം വരുന്നില്ല. പൊന്മുടി ജലാശയത്തിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടിയിലെ ജലനിരപ്പ് താഴുന്നതോടെ പന്നിയാർ പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം സുഗമമായി തുടരുന്നതിനാണ് വേനൽക്കാലത്ത് ആനയിറങ്കൽ തുറന്നുവിടുന്നത്. ഡാം തുറക്കുന്നതോടെ വേനൽക്കാലത്ത് പന്നിയാർ പുഴയും ജലസമൃദ്ധമാകും. വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഗ്രാമങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അത്തരമൊരു കാഴ്ചാവിസ്മയം ഒരുക്കുന്ന ഇടമാണ് കോഴിക്കോട്ടെ ഉറുതൂക്കിമല. പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മലയോര കാഴ്ചകളാണ് ഉറുതൂക്കിയുടെ പ്രത്യേകത. മലമുകളിലെത്തിയാൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രദേശങ്ങൾ അതിശയത്തോടെ കണ്ടു നിൽക്കാം. മഞ്ഞുപുതച്ച മലനിരകൾ, പാറക്കെട്ടിലിരുന്ന് വിശാലമായ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാം. കിഴക്കൻ മലയോര മേഖലയായ നരിപ്പറ്റയിലെ ഉറുതൂക്കിമല വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഇടമാണ്. യാത്ര അല്പം ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ മലമുകളിലെത്തിയാൽ കാഴ്ചകൾ അതിശയം വിതറും. 2 ജില്ലകളിലെ പ്രധാന പ്രദേശങ്ങളുടെ കാഴ്ചയ്ക്കൊപ്പം വയനാടൻ മലയോരങ്ങളും സഞ്ചാരികളെ ആകർഷിക്കും.
ഇൻട്രസ്റ്റിംഗ് ആണ് പറയുന്നത്. നല്ല ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം ഓഫ് റോഡും അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ഈ അടുത്ത പ്രദേശത്തൊന്നും ഇത്രയും വ്യൂ ഉള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല കുറച്ചുകൂടി രാവിലെ ഒരു 6 ആ സമയത്ത് വരികയാണെങ്കിൽ സ്നോ അടക്കം കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഉറിതൂക്കി മലയ്ക്ക് ചരിത്രപരമായ സവിശേഷതകൾ ഏറെയുണ്ട്. പഴശ്ശിരാജയുടെ കാലടികൾ പതിഞ്ഞ മണ്ണാണെന്ന് പറയപ്പെടുന്നു. പഴശ്ശിയുടെ യാത്രയിൽ കയ്യിലുണ്ടായിരുന്ന ഉറി തൂക്കിയെന്നും ഇതാണ് പേരിന് പിന്നിലെന്നും പറയുന്നു. കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് സഞ്ചാരികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വയനാട് വരെ ഇത്ര നല്ലൊരു വ്യൂ ആൾ കണ്ടിട്ടില്ല. ഏകദേശം ഒരുപാട് മല കണ്ടു. അപ്പോൾ അടിപൊളി വ്യൂ ആണിത്. വരേണ്ടത് മെയിൻ സേഫ്റ്റിയാണ് അവിടെ ഒരു വിഷയം വരുന്നത്. വന്നു നോക്കുമ്പോൾ ഇനിയും വരാൻ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഉറിതൂക്കി മലയുടെ വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചതായി അധികൃതർ പറയുന്നു. യോഗ്യമായ റോഡുകൾ നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 2 മലകളെ ബന്ധിപ്പിച്ച് റോപ്പ് വേ ഉൾപ്പെടെ ഒരുക്കിയാൽ ഏറെ ഗുണകരമാകുമെന്നാണ് സഞ്ചാരികളുടെ അഭിപ്രായം. ന്യൂസ് 18 നരിപ്പറ്റ. ക്രാഫ്റ്റ് വർക്കുകൾ ഇന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ ഹരമാണ്. അങ്ങനൊരാളാണ് മലപ്പുറത്തെ ഫാത്തിമത്ത് റംഷീന. യൂട്യൂബിലൂടെ പഠിച്ച ത്രെഡ് ആർട്ടിലൂടെ അള്ളാഹുവിന്റെ 100 പേരുകളാണ് ഫാത്തിമത്ത് നെയ്തെടുത്തത്. 100 മണിക്കൂർ കൊണ്ടാണ് ഇത് സാധ്യമായത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് ഫാത്തിമത്ത് റംഷീന. മുഹി, ബാരിഹ്, ഹനി, മാജിദ് തുടങ്ങി അള്ളാഹുവിന്റെ 99 പേരുകളാണ് ഫാത്തിമത്ത് റംഷീന ത്രെഡാർട്ടിലൂടെ നെയ്തെടുത്ത് റെക്കോർഡ് നേടിയത്. ക്രാഫ്റ്റുകൾ ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള ഫാത്തിമത്ത് ലോക്ഡൌൺ കാലത്താണ് എംബ്രോയിഡറി പഠിച്ചു തുടങ്ങിയത്. യൂട്യൂബിന്റെ സഹായത്തോടെയായിരുന്നു പഠനം. അതിനുശേഷം ത്രെഡാർട്ടും പഠിച്ചു. തുടർന്നാണ് റെക്കോർഡ് നേട്ടത്തിനായുള്ള ത്രെഡാർട്ട് ചെയ്തെടുത്തത്. അങ്ങനെ 100 മണിക്കൂർ കൊണ്ട് അള്ളാഹുവിന്റെ 99 പേരുകൾ ത്രെഡാർട്ട് ചെയ്ത് പൂർത്തിയാക്കി. ഞാൻ ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്, ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ടൈം വന്നപ്പോഴാണ് നമ്മൾ എംബ്രോയിഡറിലോട്ട് കടന്നത്. ഇപ്പോൾ ഫ്രീ ആയിരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ കണ്ടു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. തുടർന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ചാത്തല്ലൂർ അബ്ദുൾ റഷീദിന്റെയും സുലൈഖയുടെയും മകളാണ് ഫാത്തിമത്ത് റംഷീന. ന്യൂസ് 18 തിരൂർ. ജീവിതത്തിൽ വെന്നിക്കൊടി പാറിച്ച കുറച്ച് വനിതകളുടെ കഥ കാണാം. എന്തൊക്കെ സാഹചര്യങ്ങളാണേലും ജീവിക്കാൻ പല ജോലികൾ ചെയ്തേ പറ്റൂ. ഒരു ജോലിയും പുരുഷന്റെ കുത്തക എന്നൊന്നും ഇന്നില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ എന്ത് ജോലിയും ചെയ്യാൻ കഴിയണം. 14 വർഷമായി ഇലക്ട്രിക് മെക്കാനിക്കായി ജോലി ചെയ്യുകയാണ് ഇടുക്കിയിലെ മേരി ജോസഫ്. മോട്ടോർ റീവെൽഡിംഗും ഗൃഹോപകരണങ്ങളുടെ റിപ്പയറിംഗുമൊക്കെ മേരിക്ക് ഈസി കാര്യങ്ങളാണ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ നന്നാക്കുന്നതിൽ വിദഗ്ധയാണ് ഇടുക്കി തോപ്രാംകുടി സ്വദേശി മേരി ജോസഫ്. ഏതുതരം മോട്ടോറുകളുടെ റീവൈൻഡിംഗ് ജോലികളും ചെയ്യും. ഇൻഡക്ഷൻ കുക്കറും ഇസ്തിരിപ്പെട്ടിയും മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനുകളും ഉൾപ്പെടെ എല്ലാ ഗൃഹോപകരണങ്ങളും തകരാർ മാറ്റി പ്രവർത്തനക്ഷമമാക്കും. ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന തൊഴിൽ മേഖല തനിക്കും അനായാസം വഴങ്ങുമെന്ന് മേരി ജോസഫ് പറയുന്നു. ഞാൻ 14 വർഷമായി ഈ ഫീൽഡിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾ എനിക്ക് 5 പേരുണ്ട്. അവരെല്ലാവരും സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് അവരുടെ കൂടെ തന്നെ രാവിലെ കയറും. ഓരോ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും തുടങ്ങിയ ഞങ്ങൾ വൈകിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ തിരക്കാണെങ്കിൽ വീട്ടിൽ ചെല്ലില്ല, ഇല്ല എങ്കിൽ വീട്ടിൽ ചെല്ലും. അല്ലെങ്കിൽ ഞാനൊരു 7, 7:30, 8 വരെയൊക്കെ ഇവിടെ കാണും. ഭർത്താവ് സോണിയുടെ ഒപ്പം ഇരുന്നാണ് ജോലി കണ്ടുപഠിച്ചത്. തോപ്രാംകുടിക്ക് പുറമെ തങ്കമണിയിലും മേലേച്ചിന്നാറിലും ഇവർക്ക് സഹോദര സ്ഥാപനങ്ങളുണ്ട്. ജോലിയുടെ ബാഹുല്യമനുസരിച്ച് ഈ 3 സ്ഥലങ്ങളിലും മാറി മാറിയെത്തി ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത് നൽകും. സ്ഥിര പരിശ്രമവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഏത് മേഖലയും കീഴടക്കാൻ ആകുമെന്ന് പറയുകയാണ് മേരി. ന്യൂസ് 18 ഇടുക്കി. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വനിതയ്ക്കും പ്രചോദനമാകുന്ന കഥയാണ് നൈസിയുടെയും അഞ്ജുവിന്റെയും. ഇവർ നൂലിൽ കോർത്തെടുക്കുന്ന മനോഹര ചിത്രങ്ങൾ ആരുടെയും മനമയക്കുന്നവയാണ്. ഇടുക്കിയിലെ മികച്ച സംരംഭകരായ ഇവരുടെ കഥ കാണാം ഇനി. പഴമ്പിള്ളി
ആര്യച്ചാലിൽ സ്വദേശിയായ നൈസിയുടെ കരവിരുതിലാണ് ഈ എംബ്രോയിഡറി ചിത്രങ്ങൾ രൂപപ്പെട്ടത്. നൂലിൽ കോർത്തെടുത്ത മനോഹര ചിത്രങ്ങൾ ആരുടെയും മനസ്സ് കീഴടക്കും. ഒഴിവു സമയം ഒട്ടും പാഴാക്കാതെയാണ് ഇവർ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. സ്വയം പഠിച്ചെടുത്ത തയ്യൽ മികച്ച തൊഴിൽ സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഈ രംഗത്ത് സജീവമായത്. ഒരു ചിത്രം ഒരാൾ വാങ്ങിയതോടെ കൂടുതൽ നിർമ്മിക്കാൻ പ്രേരണയായി. ഓരോ വർക്കിനും 1000 രൂപ മുതൽ 10,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഈ മേഖല വലിയ സാധ്യതയാണെന്ന് നൈസി പറയുന്നു. ഞാനൊരു 2-3 വർഷം മുമ്പ് ഈ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും തയ്യലിന്റെ ബേസിക് ഞാൻ പഠിച്ചിട്ടില്ല. അതിപ്പോ നമ്മുടെ JSSന്റെ നേതൃത്വത്തിൽ മധു സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് തയ്യലിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഉടുപ്പുകളും ഫ്രോക്കുകളും ഒക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തോപ്രാംകുടി സ്വദേശിയായ അഞ്ജു അലക്സിന് തുണി നെയ്ത് നൽകാനാണ് താല്പര്യം. ചെറുപ്പം മുതൽ എംബ്രോയിഡറി വർക്കിനോടും ഇഷ്ടമുണ്ട്. കുട്ടി ഉടുപ്പുകള്, ഫ്രോക്കുകള്, പിന്നെ നമ്മുടെ പാവാട, സ്കേർട്ട് ആൻഡ് ബ്ലൗസുകള് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്തിച്ച തയ്യൽ മെഷീനിലായിരുന്നു തുടക്കം. ഈ മേഖലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി വിപണിയിൽ സ്വന്തം ഇടം രൂപപ്പെടുത്താനാണ് അഞ്ജുവിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഇടുക്കി. പൊപ്പുലു വാഴയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഇവ ഇടുക്കിയിലും കൃഷി ചെയ്തിരിക്കുകയാണ് ഒരു കർഷകൻ. കഞ്ഞിക്കുഴി വെൺമണിയിലെ പുത്തൻപുരക്കൽ റജിയാണ് പൊപ്പുലു വാഴ ഇടുക്കിയുടെ മണ്ണിലും പരീക്ഷിച്ചത്. വെൺമണിയിലെ കർഷകനായ റജിയുടെ പുരയിടത്തിലാണ് പൊപ്പുലു വാഴ വളരുന്നത്. ഇടുക്കിയിൽ അപൂർവമായേ ഈ വാഴയുള്ളൂ. വിദേശ ഇനമാണ്. രൂപത്തിലും വലിപ്പത്തിലുമെല്ലാം വ്യത്യസ്തം. പഴങ്ങൾക്കും ഔഷധ ഗുണം ഏറെയാണെന്നാണ് പറയപ്പെടുന്നത്. 6 മാസക്കാലമാണ് കുലയുടെ വളർച്ചാ കാലയളവ്. എനിക്ക് എൻ്റെ ഒരു ചേട്ടനാണ് ഈ വിത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലാണ് ഇത് കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്ന വാഴയാണ്. അപ്പോൾ യാദൃശ്യമായി എനിക്കൊരു വിത്ത് കിട്ടി. അത് ഞാൻ സംരക്ഷിച്ച് ഇത്രയാക്കി നല്ലൊരു കൊലയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 7ഓളം പടലയുണ്ട്. ഒരു 10-18 കിലോ മുകളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴം ഒരിക്കൽ ഞാൻ കഴിക്കാൻ ഇടയായിട്ടുണ്ട്. നല്ല മധുരവും നല്ല ചെറിയൊരു പുളിയോടുകൂടിയാണ്. ഏകദേശം ഒരു 600ഓളം ഗ്രാം വലിപ്പം വെക്കുന്ന കായാണ് നിലവിലുള്ളത്. ഒരു കായയ്ക്ക് 600 ഗ്രാമിലധികം തൂക്കമുണ്ടാകും. പൊപ്പുലുപ്പഴം ഏറെ രുചികരമാണെന്നും റജി പറയുന്നു. വിദേശത്ത് നിന്നുള്ള പ്രത്യേകം ഇനമാണെങ്കിലും ഇടുക്കിയുടെ മണ്ണിലും വളർച്ചയുടെ കാര്യത്തിൽ പോരായ്മകളില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുവാനാണ് റജിയുടെ തീരുമാനം. ന്യൂസ് 18 കഞ്ഞിക്കുഴി. കാലങ്ങൾക്കു ശേഷമുള്ള ഒത്തുകൂടൽ മനസ്സിന് അതിരില്ലാത്ത സന്തോഷമായിരിക്കും പകരുക. അകന്നിരുന്ന കാലത്തെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കാനുള്ള അവസരവും കൂടിയാണ് അത്. ഇനിയൊരു ഒത്തുകൂടലിന്റെ വിശേഷങ്ങളാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു അത്. മുൻകാല അധ്യാപന ശൈലി പുനരാവിഷ്കരിക്കുന്ന ചടങ്ങ് പഴമയിലേക്കുള്ള തിരിച്ചുപോക്കായി. മന്ത്രിയും മുൻ മന്ത്രിമാരും ആ ക്ലാസ്സിൽ വിദ്യാർത്ഥികളായി. ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടത്തക്കവണ്ണമായ രീതിയിൽ വളർത്തിയെടുത്തത് ആരാണ് എന്ന് പറയാം. യൂണിവേഴ്സിറ്റി കോളേജിലെ 550ാമത്തെ ക്ലാസ് മുറിയിൽ ആ അധ്യാപകന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. കാറൽ മാക്സും സോവിയറ്റ് യൂണിയനുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ. My heart leaps up when I behold the rainbow in the sky. അതുപോലെ എന്നെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ MA ഉമ്മനാണ് വീണ്ടും അധ്യാപക കുപ്പായം അണിഞ്ഞത്. ക്ലാസ് റൂമിലെ കസേരയിലിരുന്ന് ബ്ലാക്ക് ബോർഡിന് മുന്നിൽ ഉമ്മൻ സാർ അധ്യാപകനായപ്പോൾ മന്ത്രിയും മുൻ മന്ത്രിമാരുമൊക്കെ അച്ചടക്കമുള്ള കുട്ടികളായി. ഇദ്ദേഹം നോബൽ പ്രൈസ് ഇക്കണോമിക്സ് ബോട്ടണിക്കാരൻ ആരെങ്കിലും ആദ്യത്തെ ചാപ്റ്റർ ഇക്കണോമിക്സ് ആണെന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. സുവോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ഉമ്മൻ സാർ ആ പഴയ അധ്യാപകനായി മാറി. ഒടുവിൽ മുൻബെഞ്ചിലിരുന്ന മന്ത്രിയോടായി ചോദ്യം. മാഷിന്റെ ചോദ്യത്തിന് പകച്ചു നിൽക്കാതെ മന്ത്രിയുടെ മറുപടി. പക്ഷേ പാഠപുസ്തകത്തിലെ സാമ്പത്തിക ശാസ്ത്രവും ജീവിതത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ ബന്ധമില്ലെന്ന് മാഷിന്റെ മറുപടി. ഉമ്മൻ സാറിന്റെ ക്ലാസ് പുതിയ തലമുറയ്ക്കും പുത്തൻ അനുഭവമായിരുന്നു. പരീക്ഷ ഉദ്ദേശിച്ച് മാത്രം പുറത്തിറങ്ങുന്ന ഗൈഡുകൾ നോക്കി പഠിച്ച് പരീക്ഷ എഴുതി റാങ്കുകൾ വാങ്ങി അല്ലെങ്കിൽ നല്ല മാർക്കുകൾ വാങ്ങി പുറത്തിറങ്ങുന്ന അഭിനവ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഞങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ABCD പോലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നും സാമ്പത്തിക ശാസ്ത്രം എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക വളരെയധികം മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു.
പ്രചോദനത്തിന്റെ പ്രവാചകർ എന്ന പേരിലാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലെ ബുക്ക് മാർക്ക് തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി ഡോക്യുമെന്ററി ആക്കുന്നത്. ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഒത്തിരി പ്രതിഭാധനന്മാരായ വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞുപോയി. അവരുടെ ക്ലാസ്സുകൾ എന്തായിരുന്നു എന്ന് പുതിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കാണാനൊരവസരം കിട്ടാതെ പോയി. അതൊരു വലിയൊരു നഷ്ടമാണ്. ആ ഒരു നഷ്ടം നമുക്കുണ്ടെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ ആളുകളെയെല്ലാം അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് അത് റെക്കോർഡ് ചെയ്ത് നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. സാംസ്കാരിക വകുപ്പാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു കലാലയങ്ങളിലും പ്രമുഖർ ക്ലാസുകൾ നയിക്കും. വിദ്യാർത്ഥികളെ കാലാകാലങ്ങളിൽ പ്രചോദിപ്പിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രീകരിച്ച് ഡോക്യുമെന്ററി രൂപത്തിലാക്കി കൈമാറുക എന്നതാണ് ഈ പദ്ധതിയുടെ ചുരുക്കം. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ അന്യമാണ്. പക്ഷേ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരു തീവണ്ടി എഞ്ചിൻ ഇവിടുണ്ട്. 1956 നിർമ്മിച്ച ഇടുക്കിയുടെ ചരിത്രത്തോട് തൊട്ടുനിൽക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ. തേക്കടിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ എത്തിച്ചിരിക്കുന്ന തീവണ്ടി എഞ്ചിൻ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. വ്യാവസായിക ആവശ്യത്തിനായി 1956 നിർമ്മിച്ച തീവണ്ടി എഞ്ചിനാണിത്. ബാംഗ്ലൂരിൽ നിർമ്മിച്ച എഞ്ചിൻ 1982 KSEB വാങ്ങി. ശേഷം ഇടുക്കിയുടെ ചരിത്രത്തിലേക്കും ഈ ഡീസൽ എഞ്ചിൻ ചൂളം വിളിച്ചു. ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകളുടെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനാണ് എഞ്ചിൻ നിർണായക പങ്കുവഹിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ അങ്കമാലി ഡിപ്പോയിലേക്ക് നിർമ്മാണ സാമഗ്രികളും കൽക്കരികളും കൊണ്ടുപോകുന്നതിനായി പിന്നീട് ഈ എഞ്ചിൻ ഉപയോഗിച്ചു. 2015 പതിറ്റാണ്ടുകൾ നീണ്ട എഞ്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനുശേഷമാണ് EVN ഗ്രൂപ്പ് ഇത് വാങ്ങി റിസോർട്ടിലെത്തിച്ചത്. ഇവിടെ ഇത് പ്രധാനമായിട്ടും നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കാണുവാനും വിനോദസഞ്ചാരികൾ കൂടാതെ നമ്മുടെ പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരങ്ങളും ഫോട്ടോ എടുക്കുകയും മിഷനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുകയും. സംസ്ഥാനത്തെ വളരെ കുറച്ച് വ്യവസായ എഞ്ചിനുകളിൽ ഒന്നാണിത്. ഗിയറോട് കൂടിയ ഹൈഡ്രോളിക് ട്രാൻസ്മിഷനാണ് പ്രത്യേകത. ട്രെയിൻ എഞ്ചിൻ കാണാൻ റിസോർട്ടിൽ സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ നിരവധി പേരും എത്തുന്നു. ന്യൂസ് 18 ഇടുക്കി. അനന്തപുരിയിലെ അമ്മമാർക്കായി KSRTC സംഘടിപ്പിച്ച ഒരു യാത്രയുടെ കഥ കാണാം ഇനി. വനിതാ വാരാചരണ സമാപനത്തിന്റെ ഭാഗമായിട്ടാണ് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രാ പരിപാടി ഒരുക്കിയത്. ഈ യാത്രയുടെ വിശേഷത്തോടെ ഇത്തവണത്തെ നാട്ടിൻപുറം പൂർണ്ണമാക്കുകയാണ്. നമസ്കാരം. ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും അവർ സന്തോഷം പങ്കിടുകയാണ്. വിവിധ അഗതി മന്ദിരങ്ങളിലെ അമ്മമാർ അങ്ങനെ ആനവണ്ടിയിൽ നാട് ചുറ്റാനിറങ്ങി. കൂട്ടിന് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമും കൂടിയെത്തിയതോടെ സംഭവം കളറായി. കോവിഡ് കാലത്ത് 4 മതിലിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ അമ്മമാരുടെ മുഖത്ത് നിറപുഞ്ചിരി. നാളെയും വന്നാൽ കൊള്ളാം. സന്തോഷമുള്ളൂ മക്കളെ. വീട്ടിൽ കയറി ബോറടിച്ചിരിക്കുന്നതിനേക്കാളും അമ്മമാരെ കാണാം, നിങ്ങളെയൊക്കെ കാണാം. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷം. ഞാൻ പോരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാ. അപ്പൊ ഇത് പോകുന്നതിൽ ഭയങ്കര സന്തോഷം. KSRTC ബജറ്റ് ടൂറിസം സെല്ലാണ് പ്രത്യേക പരിപാടി അമ്മമാർക്കായി ഒരുക്കിയത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കോവിഡിന് ശേഷം ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. വളരെ വികാരപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളവരെ കണ്ടത്. ഇതുവരെ വന്നതും യാത്രയും അവർ ഒരുപാട് ഉത്സാഹഭരിതരാണ്. അമ്മമാർക്കൊപ്പം അനന്തപുരി കാഴ്ചകൾ കണ്ടാണ് ഞങ്ങളും മടങ്ങുന്നത്. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.